അമ്മ ഉറങ്ങുന്നു. മോളിൽ വാ. എന്താ ഒരു ദുഃഖം? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിനക്ക് ഞാനില്ലേ? അടുപ്പത്ത് ഞാൻ നോക്കാം. നീ വൈദ്യുതി അടുപ്പ് എന്റെ സഹചരാതി തൈലം വാങ്ങിക്കൊണ്ട്. അച്ഛനായിരുന്നു വരണ്ടാവില്ല. മുകളിലേക്കുള്ള ചായ അത് ഞാൻ കൊടുക്കാം. ഇപ്പൊ വേണ്ട. പിന്നെപ്പോൾ? എപ്പോഴും. എനിക്ക് ഒരു ജോലി കൂടി ശരിയാകണം. അതിന് നിന്റെ കയ്യിൽ സ്പെഷ്യൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഉറപ്പ് തരുമോ? എന്തിന്? ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഉറുപ്പ്യ മതി. രാത്രി ഭഗവാനെ, കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും ഫലിക്കുമല്ലേ? എല്ലാം ഭഗവാൻ നിശ്ചയിക്കണ പോലെ വരും. ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാ കണക്കും എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക്. എന്താ അമ്മണി? ഒന്നുമില്ല. ഞാൻ അക്കരയെന്ന എന്റെ ബന്ധത്തിലൊരു കുട്ടിയുണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കണം. ഒന്ന് കാണണം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ നേരമില്ല. ടൗണിൽ ബേക്കറിലെ ജോലി. എനിക്ക് ഉടനെ പോണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചില വീട്ടുകാര്യങ്ങൾ ശരിയാക്കണം. എനിക്ക് തിരക്കുണ്ട്. എനിക്കിവിടെ പണിയുണ്ടെന്ന് അമ്മ പറഞ്ഞാ മതി. ചെന്നിട്ട് വിവരം ചോദിക്ക്. കാണാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? ചിലപ്പോ ഒരു പെണ്ണ് കാണല് കൂടെ ആവൂ. ആരും അങ്ങനെ എന്നെ കാണണ്ട. അതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളത് തന്നെയാ. ചെല്ല്. ആ, അയാൾക്ക് ചായയുടെ വെള്ളം കൊടുക്ക്. പിന്നെ ഉണ്ണാൻ നിക്കണുണ്ടേ ഉണ്ടോളാനും പറയൂ കേട്ടോ.
കുഞ്ഞിമാളു, ഞാൻ നാട്ടിലേക്ക് പോന്നു. വല്യമ്മ പറഞ്ഞു. നിനക്ക് ഇവിടെ സുഖാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അധികം ആരുമില്ല. അമ്മയുണ്ട്, പിന്നെ ഇപ്പോ അമ്മയുടെ മകനും. ഓ, ഇപ്പൊ കണ്ട ആൾ. അവിടെ എനിക്ക് 15 രൂപയുടെ കാശ് കിട്ടും, ചിലപ്പോ 20. പക്ഷേ ഇനി പോണ്ടെന്ന് അച്ചമ്മയ്ക്ക് ശാഠ്യം. നിന്റെ അഭിപ്രായം അറിയണം. നീ എന്നാ അങ്ങോട്ട് വരണത്? അതറിഞ്ഞിട്ട് വരാനാ അച്ഛനും അച്ഛമ്മ എന്നെ അയച്ചത്. നീ എന്തോന്നും മിണ്ടാത്തേ? അമ്മയോട് ചോദിക്കണം. ഇവരുടെ സൗകര്യം നോക്കി എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ടൗണിൽ കഴിയാൻ ഒരു പ്രയാസമില്ല. പിന്നെ ആ തള്ള പറയുമ്പോ പതുക്കെ, ഇവിടെ കേൾക്കാൻ തക്കവണ്ണം ശബ്ദം മതി. വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വരണം. വരികയാണെങ്കിൽ താമസിച്ച് ഞാൻ എന്റെ പാട്ടിന് പോവും. അച്ഛമ്മ എല്ലാം ആര് പറഞ്ഞാലും. ചായ വേണ്ട, ഞാൻ പീടിയെന്ന് കഴിച്ചോളാം. വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ അതിനു മുമ്പ്. ഞാൻ പോയില്ല. എന്നെ പറഞ്ഞേക്കരുത്. ഞാൻ ആരെയും പറഞ്ഞേക്കുന്നില്ല. അത് പറഞ്ഞോണ്ടായില്ല. നിന്റെ വീട്ടുകാരൊന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? ഞാൻ ദാസേട്ടന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞോളാം. കിടക്ക്. എനിക്ക് പുലർച്ചെ പോണം. ആ വണ്ടി തെറ്റിയാൽ ഇന്റർവ്യൂ പോവും. ഒന്നും പോയില്ല. ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും നിന്റെ നീലപ്പൂവിന്റെ കാര്യമായിരിക്കും നീ വിചാരിക്കുന്നത്. ഭഗവാൻ കണ്ണിൽ കാണിച്ചു തരുന്നല്ലേ. കിടക്ക്. വല്യമ്മ പിന്നെയും വന്നു. പോയിക്കോളൂ കുട്ടി, പറഞ്ഞു കേട്ടേന്ന്. അയാൾക്കിപ്പോഴെന്താ ഇത്ര മോശം? നമ്മളൊക്കെ ഒരു പ്രായത്തില് ആകാശത്തുനിന്ന് ദേവന്മാർ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിരിക്കും. ഒന്നും ഉണ്ടാവില്ല. വന്നത് കളഞ്ഞതിന് അവനോട് തന്നെ പിന്നെ ദുഃഖം തോന്നും. എന്റെ കാര്യം നോക്കൂ. വീട്ടിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ എനിക്കിഷ്ടമില്ലാണ്ടായിരിക്കുന്നു. ഞാൻ എവിടെ പോകാൻ? ദാസയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഞാൻ പോട്ടെ. കുഞ്ഞുമോളു, വല്യമ്മ പറഞ്ഞത് കേട്ടോളൂ കേട്ടോ. കുഞ്ഞുമോളെ കൊണ്ട് മാറി നിൽക്ക്. ദാസൻ അറിഞ്ഞായി. വെളുത്തെടുത്ത ശകുനത്തിന് മോശമാണെന്നൊരു പ്രമാണമുണ്ട്. ജോലി പ്രവേശിച്ചിട്ട് വിവരത്തിന് എഴുതാമേ. വല്ല അച്ചാറോ മറ്റോ വേണമെങ്കിൽ എഴുതിയാ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം. കുറച്ച് വാഴക്കപ്പേരും കൂടി ആയിക്കോട്ടെ. കുറച്ച് പുട്ടും പയറും കൂടി ആയാലോ? കളിയാക്കേ. അമ്മാവന് വയറ്റുവേദന എങ്ങനെയുണ്ട്? വയറ്റുവേദന ഇപ്പോഴത്തെ വിശപ്പ് വെച്ച് നോക്കുമ്പോ ഒരു ഓപ്പറേഷനും കൂടി ആയ എന്തായിരിക്കും കഥ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഒന്നുകിൽ നാട് മുടിയും, അല്ലെങ്കിൽ ഞാൻ ചാവും. ട്രെയിൻ സമയമായി. അപ്പൊ പുറപ്പെട്ടോളൂ.
ചൊരിയുന്നു കരുക്കളായി ചരാചരമിങ്ങാരുടെ നിത്യലീലയിൽ അരുളട്ടെ നമുക്കവൻ ശുഭം പരമേശൻ ഭവമുക്തിദായകൻ. എങ്ങട്ടാ? എങ്ങോട്ടും ഇല്ല. എന്താ കൂട്ടാൻ? മുളൂഷ്യം. ദാസം പണി കിട്ടി പോയതിനു ശേഷം കൂട്ടാനൊക്കെ മോശമാവുമല്ലേ? പൊക്കോ പൊക്കോ പൊക്കോ. അമ്മനെ എവിടെ തങ്കം? ചെറിയമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുക. എന്താ പനി? നീ വന്നില്ല. നിന്റെ അച്ഛമ്മയും കിടപ്പില്ല. എന്റെ അമ്മ മാത്ര ഇപ്പൊ അലക്ക്. ശമ്പളം വാങ്ങാൻ ഇക്കുറി വരാത്തപ്പോ എന്താന്ന് വിചാരിച്ചു. അച്ഛനാരെ അടുത്ത് കൊടുത്തയച്ചല്ലോ, കിട്ടിയില്ലേ? അതുകൊണ്ട് തീരെയൊന്നുമില്ല അവിടുത്തെ പ്രാരാബ്ദം. ഞാനൊരു ദിവസം വരാം അച്ഛമ്മയെ കാണാൻ. അങ്ങനെ വരണ്ട. ഞാൻ വിളിച്ചപ്പോ വരാത്തവര് അവിടെ വിരുന്നിന് വരണ്ട. ഞാനപ്പോ അവിടെ ചെലവ് നടത്തണേ. ഇനി ആ പടി കയറിയ നിങ്ങൾക്കിപ്പോ ബോധമില്ലാണ്ട് ഓരോന്ന് പറയാണ്. നീ ഒരിക്കൽ വരും, അത് എനിക്കറിയാം. വലിയ വീട്ടിലെ പണിക്കാർത്തികൾ കിട്ടുന്ന പാണ്ഡവം ചൂടുകൊണ്ട് നീ വരും. ആളുകൾ കേൾക്കൂലോ? നിന്റെ തമ്പ്രാക്കന്മാരും എനിക്ക് ചെലവിനായിരുന്നില്ല. ഒരു കേട്ട സോപ്പ്, ഒരു നുള്ളു പൗഡർ, ഇതിന്റെയൊക്കെ വിലയല്ലേ നിനക്ക് കൊള്ളൂ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സ്വന്തം ബന്ധമൊന്നും ഞാൻ നോക്കില്ല. കാരണം പോകണ്ട അവിടുന്ന്. ഓ അല്ല, ഈ വഴിയും കിഴക്കമ്പാട്ടുകാരുടെ വഴിയായിരിക്കും. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖം. പണി തെറ്റൊന്നുമില്ല. ആ, അപ്പേട്ടൻ ചെന്നിരുന്നത്രേ. മൂപ്പര് വിടാതെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ തിരക്ക് കൂട്ടാറൊന്നും ആയിട്ടില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എപ്പോഴായാലും വേണ്ടതല്ലേ. മുഴുവൻ ഹരിദാസന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. എല്ലാം ഒരു ചെറിയ മട്ടത്തിലൊക്കെ മതി. അങ്ങ് നിന്നും സ്വന്തക്കാരാവുമ്പോ വലിയ ഘോഷം കൂട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇനി എല്ലാം അവനും അപ്പേട്ടനും തന്നെ തീരുമാനിക്കട്ടെ. അതെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഇവിടെ വിശേഷമൊന്നുമില്ല. അമ്മയുടെ കാലിലെ അസുഖം അധികമൊന്നുമില്ലെന്ന് കരുതുന്നു. ഞാൻ പണമൊന്നും അയക്കുന്നില്ല. അവിടെ വിശേഷിച്ച് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ മാസവും കുറേശ്ശെയായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പുമമ്മ വന്നിരുന്നു. വീട്ടിലേക്ക് ചെല്ലാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച പോയി വരാം. ബസ്സിന് പോയാൽ അന്നേക്കൊന്ന് മടങ്ങാം. അച്യുതൻ നായർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ മാറ്റം വന്ന ഒരു ഓഫീസർ ഒരു നമ്പ്യാരാണ്. അച്ഛനെ പരിചയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ല. സ്വന്തം മകൻ ഹരിദാസൻ.